ശ്രീമദ് ഭഗവത്ഗീത പാരായണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗഃ. ശ്ലോകം 6. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. അർത്ഥം: യാതൊരുവൻ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നവനായി വർത്തിക്കുന്നുവോ, മൂഢാത്മാവായ അവൻ കാപട്യക്കാരൻ എന്ന് പറയപ്പെടുന്നു. അതായത്, കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ തന്നെയും മനസ്സ് വിഷയങ്ങളിൽ തന്നെ വ്യാപരിച്ചേക്കും. അപ്പോൾ ബാഹ്യമായ സംയമം കൊണ്ടെന്ത് ഫലം? ആ വിധം സംയമം ശീലിക്കുന്നവനെ കപടനാട്യക്കാരൻ എന്ന് പറയും. മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാത്ത ചിലർ പ്രകടനത്തിനു വേണ്ടി ധ്യാനം ശീലിക്കാറുണ്ട്. കണ്ണുകളടച്ച് സുഖാസനത്തിലിരിക്കുന്ന അവർ ഈശ്വരധ്യാനത്താൽ മുഴുകിയിരിക്കുകയാണെന്ന് സാധാരണക്കാർ കരുതും. അവരുടെ മനസ്സ് ലൗകിക വിഷയങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുകയാകും. അത്തരക്കാരെ കപടനാട്യക്കാരൻ അല്ലെങ്കിൽ മിഥ്യാചാരൻ എന്ന് ഗീതാചാര്യൻ വിശേഷിപ്പിക്കുന്നു. ശ്ലോകം 7. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയ കർമ്മയോഗമസക്തഃ സ വിശിഷ്യതേ. അർത്ഥം: ഹേ അർജുന, യാതൊരുവനാകട്ടെ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് സംഘരഹിതനായി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ബലേച്ഛ കൂടാതെയുള്ള കർമാനുഷ്ഠാനം ആരംഭിക്കുന്നുവോ അയാൾ വിശിഷ്ടനാകുന്നു. അതായത്, അർജുന, ഇനി ഞാൻ യഥാർത്ഥ കർമ്മയോഗിയുടെ ലക്ഷണം പറയാം. മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി അഹങ്കാരവും മമതയും വെടിഞ്ഞ് ഫലാസക്തി കൂടാതെ കർമാനുഷ്ഠാനം ചെയ്യുന്നവൻ വിശിഷ്ടനാകുന്നു. ശ്ലോകം 8. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധ്യേത കർമ്മണഃ. അർത്ഥം: നീ നിശ്ചിതമായ കർമ്മം ചെയ്യൂ. എന്തെന്നാൽ അകർമ്മത്തെക്കാൾ കർമ്മം ശ്രേയസ്കരമാകുന്നു. കർമ്മരഹിതനായ നിനക്ക് ശരീരസന്ധാരണം പോലും സാധ്യമാകുകയില്ല. അതായത്, അർജുന, നീ വിഹിതമായ കർമ്മങ്ങൾ മുറയ്ക്ക് ചെയ്യുക. എന്തെന്നാൽ അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് നിനക്ക് വിഹിതമായ കർമ്മം. നീ കർമ്മമൊന്നും ചെയ്യുകയില്ലെന്ന് കരുതിയാൽ ശരീരസന്ധാരണം പോലും അസാധ്യമായി തീരും. ശ്ലോകം 9. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗഃ സമാചര. അർത്ഥം: യജ്ഞത്തിനായി കൊണ്ടുള്ള കർമ്മത്തിൽ നിന്ന് വേറിട്ടുള്ള ഈ ലോകം കർമ്മബന്ധമുള്ളതാകുന്നു. ഹേ അർജുന, കുന്തിപുത്ര, യജ്ഞത്തിനു വേണ്ടി സംഘമില്ലാത്തവനായി കർമ്മത്തെ അനുഷ്ഠിക്കൂ. അതായത്, ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുന്ന കർമ്മമാണ് യജ്ഞം. അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കർമ്മബന്ധനം ഉണ്ടാകുകയില്ല. അവരവർക്ക് വിഹിതമായ കർമ്മങ്ങളെ ഒഴിവാക്കി ഫലാസക്തിയോടെ മറ്റു കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ കർമ്മബന്ധത്തിൽപ്പെട്ട് ഉഴലുന്നു. അതുകൊണ്ട് ഫലാസക്തിയോ മമതയോ ഇല്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യൂ. ശ്ലോകം 10. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന
പ്രസവിഷ്യ ധ്വമേശവോ അസ്തിഷ്ട കാമദു. അർത്ഥം: പണ്ട് യജ്ഞത്തോടു കൂടിയവരായ പ്രജകളെ സൃഷ്ടിച്ചിട്ട് പ്രജാപതി പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ വർദ്ധിച്ചുകൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് അഭീഷ്ടപ്രദമായി ഭവിക്കട്ടെ. അതായത് സൃഷ്ടിയുടെ ആരംഭദശയിൽ യജ്ഞത്തോടൊപ്പം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് പ്രജാപതി അനുഗ്രഹിച്ചു, നിങ്ങൾ ഈ യജ്ഞം കൊണ്ട് അഭിവൃദ്ധി പ്രാപിച്ചു കൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് സർവാഭീഷ്ടങ്ങളും നൽകും. നിത്യേന ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ചെയ്യപ്പെടുമ്പോൾ അവ യജ്ഞങ്ങളാകുന്നു. വൈദിക സാഹിത്യത്തിൽ വിധിച്ചിട്ടുള്ള യജ്ഞങ്ങളൊന്നും കലികാലത്തിലെ പരിതസ്ഥിതികൾക്ക് അനുഗുണമല്ല. അതുകൊണ്ടാണ് കലൗതു ഹരികീർത്തനാത് എന്ന വിധിയുണ്ടായത്. നാമസങ്കീർത്തനം തന്നെ കലിയുഗത്തിൽ ശ്രേഷ്ഠമായ യജ്ഞമാകുന്നു. ഈശ്വരാർപ്പണമായി വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ആ കർമ്മങ്ങൾ തന്നെ യജ്ഞത്തിന്റെ പ്രയോജനം ഉളവാക്കും. അതല്ലെങ്കിൽ വിഹിത കർമ്മങ്ങളോടൊപ്പം തന്നെ ജപയജ്ഞവും പരിശീലിക്കാവുന്നതേ ഉള്ളൂ. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗത്തിലെ 10 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്ത് കഴിഞ്ഞത്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.